ടോപ്പേഴ്സ് അക്കാദമിയിൽ 2026-27 അക്കാദമിക് വർഷത്തേക്കുള്ള +1+2 സയൻസ് എൻട്രൻസ് ഓറിയന്റഡ് ട്യൂഷൻ ക്ലാസുകളിലേക്കും 8, 9, 10 ട്യൂഷൻ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമുക്കും ടോപ്പേഴ്സിന്റെ ഭാഗമാകാം. എ ഡിഫറന്റ് അപ്രോച്ച് ടു സക്സസ്. നിലമ്പൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് അമരമ്പലം പഞ്ചായത്തിൽ വോട്ട് അഭ്യർത്ഥിച്ച് ഒന്നാം ഘട്ട പര്യടനം നടത്തി. രാവിലെ 9 മണിക്ക് തോട്ടേക്കാട് നിന്നും ആരംഭിച്ച പര്യടനം 2 മണിയോടെ TK കോളനിയിൽ സമാപിച്ചു. ദിവസം കൊണ്ട് 240-ലധികം കോടി രൂപയുടെ വികസന പ്രവൃത്തികൾ നിലമ്പൂരിലേക്ക് ആര്യാടൻ ഷൗക്കത്ത് കൊണ്ടുവന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ആരുടെ മുന്നിലും തലകുലിക്കേണ്ട ഒരവസ്ഥ ഞാൻ ഉണ്ടാക്കില്ല. 2, ഞാൻ എന്നും എപ്പോഴും ഒരു നിലമ്പൂരുകാരനായി ഇവിടെ തന്നെ ഉണ്ടാവും. 3, UDF കൊണ്ടുവന്നതും അതേസമയം പാതി വഴിയിൽ ഇടതുപക്ഷം ഉപേക്ഷിച്ചതുമായ പദ്ധതികൾ എനിക്ക് കിട്ടിയ സമയം കൊണ്ട് പരമാവധി പുനരാവിഷ്കരിക്കാൻ, പുനരുജ്ജീവിപ്പിക്കാൻ ഞാൻ ശ്രമിക്കും. നിങ്ങൾക്കറിയാം, ഇവിടെ നിന്ന് 100 മീറ്ററേ ഉള്ളൂ ഗവൺമെന്റ് കോളേജിന്റെ സ്ഥലത്ത്. ഈ സ്ഥലം നിങ്ങൾക്കറിയാലോ, ഇവിടെ ഇന്ന് പിറന്ന സ്ഥലമല്ല, വർഷങ്ങളായി ഇവിടെയുള്ള സ്ഥലമാണ്. നമ്മളെ തങ്ങളും NA കരീമും ഒക്കെ വളരെ പ്രയാസപ്പെട്ട് ഗവൺമെന്റ് കോളേജിന് വേണ്ടി ഓടി കണ്ടെത്തിയ സ്ഥലമാണ്. പക്ഷെ എന്തുകൊണ്ട് 7 വർഷം ആ സ്ഥലത്തിന്റെ കാശ് കൊടുക്കാൻ ഇവർക്ക് വൈകി? പര്യടനത്തിന് ആവേശകരമായ സ്വീകരണവും വൻ ജനാവലിയുമാണ് വിവിധ കേന്ദ്രങ്ങളിൽ ഉണ്ടായത്. കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് ഹാരമണിയിച്ചു. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടാക്കി മികച്ച വിജയം നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. വിവിധ കേന്ദ്രങ്ങളിൽ UDF നേതാക്കൾ പ്രഭാഷണങ്ങൾ നടത്തി. NA കരീം, ഇക്ബാൽ മുണ്ടേരി, ക്യാമ്പിൽ രവി, അഷ്റഫ് മുണ്ടശ്ശേരി, PM സീതി കോയത്തങ്ങൾ, MT നാസർബാൻ, VP ആഫിഫ, ജൽസീമിയ, VK അബ്ദു, PG രാജഗോപാൽ, VP അബ്ദുൾ കരീം, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ, യൂത്ത് ലീഗ് ഭാരവാഹികൾ, KSU MSF പ്രവർത്തകർ, മഹിളാ പ്രവർത്തകർ, UDF ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം.